എന്റെ കാർമിൽ മീൻ പെട്ടി തേച്ച് കഴുകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജല്ല, ഫ്രിഡ്ജ്. ഇട്ടിച്ചുള്ള ഉണക്കസ്രാവ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുക്കള പണിയും ബോഡി ഗാർഡിങ്ങും ഒപ്പം നടക്കൂല കേട്ടോ. ചന്തമറി ഇറക്കിയിട്ടുണ്ടല്ലോ. സോളമനെതിരെ ജോണിക്കുട്ടി 10 കൽപ്പനകൾ ഇറക്കിയിരിക്കല്ലേ. മേരിയെ നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിലെ കണ്ടക്ടർ ഞാനൊന്ന് കോർത്തിട്ടുള്ളതാ. രണ്ട് കുഴി കുത്തി ഈ വാഴക്കണ്ണൊക്കെ നടാൻ പറഞ്ഞാൽ ആര് കേൾക്കാനാ? നീ പിന്നെ സംവിധാനം പഠിച്ച് നാട്ടുകാരുടെ നിന്ന് മേടിച്ചു കൂട്ടാൻ തീരുമാനിച്ചാണോ? ബ്ലോക്കിൽ നീ വാഴവിത്ത് കൊണ്ടുവച്ചിട്ട് 2 ആഴ്ചയായി. നിനക്ക് അന്ന് കുഴിച്ചു വെച്ചൂടെ? ഒരു തൊപ്പിയും വെച്ചിരിക്കുന്നു. ഇത് സംവിധായകന്റെ തൊപ്പിയാണ്, അല്ലാതെ വാഴ നടുമ്പോൾ വെക്കുന്ന പാളത്തൊപ്പിയല്ല. ഒരു വാഴയ്ക്ക് വളരാൻ നിങ്ങൾ എന്തുമാത്രമാണ് ചെലവാക്കുന്നത്? ഒരു കലാകാരന് വളരാൻ നിങ്ങൾ എന്ത് വാഴയ്ക്കാണ് ചെലവാക്കുന്നത്? എടാ, 2 കൊല വിറ്റ കാശാ നിന്റെ തലയിൽ ഇപ്പൊ ഈ തൊപ്പിയായിട്ടിരിക്കുന്നേ. പിന്നെ കൊല എടുത്ത് തലയിൽ വെക്കാൻ പറ്റുമോ? കലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൊലയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ കൊല നടക്കും. എന്തെന്നാ പറഞ്ഞത്? അപ്പനെന്നെ കൊല്ലൂന്ന്. ഇതുപോലെ കുഴികൂത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്തനാ പണ്ട് മൂത്തവനെ ഞാൻ കെട്ടിയിട്ട് തല്ലിയത്. അതോടാ മോൻ ഒളിച്ചോടി പോയില്ലേ? എന്നിട്ട് അപ്പം പഠിച്ചാ പണിയെടുക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ പണി നോക്കി പോകട്ടോ. അവനോടൊന്നും പറയണ്ട. അവനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഇവനെയൊക്കെ 10 മാസം ചുമന്ന് പറ്റതൊക്കെ വെറുതെയാ. അമ്മച്ചി എപ്പോഴെപ്പോഴും ഇങ്ങനെ 10 മാസത്തിന് കണക്ക് പറയല്ലേ? അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, ഈ കൊട്ടലേക്ക് കയറിയിരിക്കും. എന്നിട്ട് ഞാൻ എന്റെ അമ്മച്ചൻ ചുമന്നുകൊണ്ട് ഒരു 12 മാസം ഇങ്ങനെ നടക്കാം. എന്നിട്ട് ആ കണക്ക് അങ്ങോട്ട് വീട്ടാ പലിശ അടക്കാം. വേറെ ഒന്നും വേണ്ട, അധ്വാനമുള്ള കൃഷിപ്പണിയൊന്നും ചെയ്യണ്ട. എന്റെ കപ്പ്യാരുപണി എങ്കിലും ഏറ്റെടുത്ത് നിനക്കൊന്ന് നടത്തുകൂടെ? എന്ത്? ഒരു സംവിധായകനായി ഞാൻ വെളുപ്പിന് പോയി മണിയമ്മ കിടന്ന് തൂങ്ങണമെന്നോ? അപ്പനത് എന്നോട് പറയുന്നത് എങ്ങനെ ധൈര്യം തോന്നി? സൂം ലെൻസും ബ്ലോക്ക് ലെൻസും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഞാനിത് കിടന്ന് പെടാപ്പാടുപെടാ. അതിന്റെ ഇടയിൽ അപ്പം കപ്പ്യാരുപണിയായിട്ട് വരില്ലേ? വേണ്ട, നീ ഒരു പണിക്കും പോകണ്ട. നീ ഇങ്ങനെ സിനിമയെന്നും സീരിയലും എന്നൊക്കെ പറഞ്ഞു കുടുംബം മുടിച്ച് നടന്നു. ഞാൻ ചത്താലും എന്റെ ചാവുമണി അടിക്കാൻ പോലും നീ പോകരുത്. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരു പാഴ്വിത്തിന് നട്ടുവളത്തിന്റെ പ്രായച്ചിത്തമായി ഞാൻ ഏതെങ്കിലും പൊട്ട കണ്ടിട്ട് ചാടിച്ചാവും. നോക്കിക്കോ. അമ്മച്ചിക്ക് അറിയോ സിനിമയ്ക്ക് വേണ്ടി കടവും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്ന വില്യം ഫ്രീ സ്ക്രീനിന്റെ കഥ? അമ്മച്ചന്റെ സംവിധാനം ഫ്രീസ് ആക്കല്ലേ? എന്റെ സംവിധാനത്തിന് മുഴുവൻ കോഴിക്കാട്ടമായി. എന്റെ അളിയ, എത്രയും പെട്ടെന്ന് നല്ലൊരു കാര്യം ഉണ്ടാക്കി പെങ്കൊച്ചിനെ കെട്ടിച്ചയക്കുന്നതാ നല്ലത്. മണ്ടത്തരം പറയാതോടോ. ചെറുക്കന്റെ വീട്ടുകാർ നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന് അറിയില്ലേ? 1-2 കൊല്ലം അങ്ങോട്ട് പോട്ടെ, അപ്പോഴേക്കും നാട്ടുകാർ ഇതൊക്കെ മറക്കും. വെള്ളം ഒഴിച്ചിട്ടില്ല. നീ വേറെ അതെ, അതിനല്ല എട്ടിച്ചായ. ഞാൻ അവിടെ മനസ്സ് ചോർത്തിയെടുത്തു. പോയ സ്ഥലമൊക്കെ അവളെന്റെ അടുത്ത് പറഞ്ഞു. വേറെ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. ആ ചെറുക്കൻ ടൗണിൽ സൈക്കിൾ ചവിട്ടിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയതാ. ഈ ഭ്രാന്തിനൊക്കെ ചികിത്സിക്കുന്ന സൈക്കിൾ ചവിട്ടിസ്റ്റേ. അപ്പൊ ആ കുഞ്ഞാടിന് ഭ്രാന്തുണ്ടോ? ഒരു കാര്യം പറഞ്ഞേക്കാം, അവന്റെ മനസ്സിൽ നിന്ന് വേരോടെ അങ്ങ് പിഴുത് കളഞ്ഞേക്ക്. അതാ നിനക്കും അവന് നല്ലത്. അല്ലെങ്കിൽ എന്റെ തല്ലുകൊണ്ട് അവൻ വഴി കിടന്ന് ചാകും. തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ തല്ലുന്നത് അത്ര വലിയ ആണത്തൊന്നല്ല. ഇനി ഇച്ചാൻ അവനെ തല്ലിക്കൊന്നാലും കുറച്ചു കാലം കഴിഞ്ഞ് എല്ലാം മറന്ന് ഞാൻ വേറൊരുത്തന്റെ കൂടെ പോർക്കൊന്നും വിചാരിക്കണ്ട. എവള് സ്ഥിര സീരിയല് കാണുന്നുണ്ട്.